പാലാ നഗരസഭാ ചെയർമാൻ വിഷയത്തിൽ കേരള കോൺഗ്രസിന് വഴങ്ങി CPM ജോസിൻ ബിനോയെ സ്ഥാനാർത്ഥിയായി CPM തീരുമാനിച്ചിരുന്നു. ബിനു പുളിക്കകണ്ടത്തെ ഒഴിവാക്കിയാണ് ഇപ്പോൾ CPMന്റെ ഇത്തരമൊരു തീരുമാനം. ന്യൂസ് ഡെസ്കിൽ നിന്നും ഭദ്ര ചേരുന്നു. ഭദ്ര, ബിനു പുളിക്കകണ്ടത്തെ പാലാ നഗരസഭാ ചെയർമാൻ സ്ഥാനാർത്ഥിയായി ആദ്യം CPM കണ്ടിരുന്നതാണ്. എന്നാൽ കേരള കോൺഗ്രസിന്റെ വലിയ എതിർപ്പിനെ തുടർന്ന് വലിയൊരു തർക്കം, അത്തരമൊരു പിടിവാശി വേണ്ട എന്നുള്ള തരത്തിൽ നേർക്കുനേറുള്ള തർക്കം CPMും കേരള കോൺഗ്രസും ഈ വിഷയത്തിൽ നടന്നു. എന്നാൽ ഒടുവിൽ കേരള കോൺഗ്രസിന് CPM വഴങ്ങുന്ന സാഹചര്യമാണ്. ബിനു പുളിക്കകണ്ടത്തിന് പകരം ജോസിൻ ബിനോയെ നഗരസഭാ ചെയർമാൻ സ്ഥാനാർത്ഥിയായി CPM ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? രാഷ്ട്രീയ നാടകത്തിലെ വലിയൊരു വഴിത്തിരിവിലേക്കാണ് ഇപ്പോൾ പോയിട്ടുള്ളത്. CPM ഏരിയ കമ്മിറ്റിയിലെ പ്രാദേശിക നേതാക്കളടക്കം തീരുമാനിച്ചിരുന്നത്, അല്ലെങ്കിൽ അവർ ആവശ്യപ്പെട്ടിരുന്നത് ബിനു പുളിക്കക്കണ്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് തന്നെയായിരുന്നു. കാരണം അദ്ദേഹമാണ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച ഏക അംഗം എന്ന് പറയുന്നത്. ഇപ്പോൾ CPMനെ പൂർണ്ണമായും അതായത് അവരുടെ ആവശ്യങ്ങളെ, പ്രാദേശിക നേതാക്കളുടെ ആവശ്യങ്ങളെല്ലാം പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് കേരള കോൺഗ്രസിന് മുന്നിൽ മുട്ടുമടക്കിയിരിക്കുകയാണ് CPM എന്ന് തീർച്ചയായും പറയേണ്ടി വരും. അതിൻ്റെ ഒരു ഭാഗ്യപത്രമായിട്ടാണ് ജോസിൻ ബിനോയെ ഇപ്പോൾ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം CPMന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. എന്നാലും സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വച്ചിട്ടുള്ള പേര് ജോസിൻ ബിനോയുടേത് തന്നെയാണ്. ഈ ഒരു പേര് പുറത്തുവിട്ടിരിക്കുന്നത് ബിനു പുളിക്കക്കണ്ടത്ത് തന്നെയാണ്. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പാലായിൽ നിരവധി തവണ LDFന്റെ ഭാഗത്തു നിന്ന്, അതായത് കേരള കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് LDFനെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള ചില സൂചനകൾ, അതായത് LDF വിടുന്നു എന്ന തരത്തിലുള്ള ചില സൂചനകളെല്ലാം കേരള കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ 32 വർഷത്തോളമായി കോൺഗ്രസിന് ആധിപത്യം ഉണ്ടായിരുന്ന പാലാ സീറ്റ് ഇത്തവണ CPM കൊണ്ടുപോകാൻ കാരണം തന്നെ കേരള കോൺഗ്രസിന്റെ ആ ഒരു കടന്നുവരവ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് ഇത്തരത്തിലൊരു ഭീഷണി മുഴക്കുന്ന പശ്ചാത്തലത്തിൽ കേരള കോൺഗ്രസിനെ പിണക്കാൻ